മുടികൊഴിച്ചിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ദിവസേന 50 മുതൽ 100 മുടി വരെ പൊഴിയുന്നത് സാധാരണമാണ്. എന്നാൽ ഈ കൊഴിയുന്നതിന്റെ നിരക്ക് ഇതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ തീർച്ചയായും അതിന്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കണം. മുടി പൊഴിയുന്നതിനുള്ള പ്രധാന കാരണങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്നാമത്തേത് ശാരീരിക പ്രശ്നങ്ങൾ, അതായത് തൈറോയിഡ് രോഗങ്ങൾ, ഹോർമോൺ വ്യത്യാസങ്ങൾ, മെയിൻലി PCOD, സ്ട്രെസ്, ഉറക്കക്കുറവ്, പ്രസവാനന്തരം ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിങ്ങനെ. ഇതിൽ രണ്ടാമത്തെ പ്രധാന കാരണം വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും കുറവാണ്. ആദ്യത്തേത് അയൺ, സിങ്ക് പോലുള്ള മിനറൽസിന്റെ കുറവ്, ഒപ്പം തന്നെ വൈറ്റമിൻ B12, ബയോട്ടിൻ, അതുപോലെ തന്നെ വൈറ്റമിൻ D എന്നിവയുടെ കുറവ് കാരണവും ഇത്തരത്തിൽ മുടികൊഴിച്ചിൽ കാണാറുണ്ട്. കൂടാതെ ചില കെമിക്കൽ ട്രീറ്റ്മെന്റ്സ്, അതായത് ഹെയർ സ്മൂത്തനിങ്, സ്ട്രൈറ്റനിങ്, അതുപോലെ തന്നെ ഹെയർ കളറിംഗ് പോലുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നവരിലും മുടികൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. ഒരു സിവിയർ ഇൽനെസ് കഴിഞ്ഞു വരുന്ന ആളുകളിലും ഒപ്പം തന്നെ വെയിറ്റ് ലോസ് ഡയറ്റ് എടുക്കുന്നവരിലും ഇത്തരത്തിൽ മുടികൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. മുടികൊഴിച്ചിലിന്റെ എക്സാക്ട് കോസിനെ കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള ഹെൽത്ത് ടോക്സിനായി ഈ പേജ് ഫോളോ ചെയ്യൂ.